കുടംപുളിക്കറിക്ക് ആവശ്യമായ കൂട്ടുകൾ: കുടംപുളി ഒരു 6 കഷ്ണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില. ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കത് കടുകൊന്നിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മുടെ കുടംപുളി ആ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് ഒട്ടും വെള്ളമയം ഇല്ലാതെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഈ കുടംപുളി വെളുത്തുള്ളിയും എല്ലാം ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നമ്മുടെ കൂട്ടുകളെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂക്കണം. മുളകും കൂട്ടുകളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നമ്മുടെ കൂട്ടെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതില് കുടംപുളി നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം
ഇത് പറ്റി തെളിയുന്നത് വരെ നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് പറ്റി തെളിഞ്ഞിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് മേളി പൊങ്ങി വന്നതുണ്ട്. ഈ എണ്ണ മേളി തെളിഞ്ഞു വരുന്നതാണ് കറിയുടെ പാകം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുടംപുളി കറി റെഡി ആയിട്ടുണ്ട്.